സർക്കാരിന് ഈ RRTS മുന്നോട്ട് പോകൂ എന്ന ഒരു കടുംപിടുത്തമൊന്നുമില്ല. വിട്ടുവീഴ്ചയുണ്ടാകും. അതിനിപ്പോൾ അനുമതി കിട്ടുന്നത് അതിവേഗ പാതയ്ക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന അതിവേഗ പാതയ്ക്കാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാമെന്നാണോ? കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ഇതിൽ അനുവാദം തരേണ്ടത്. ഇപ്പൊ 6.5 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. അന്ന് 63,000 കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ഓരോ ദിവസവും നമ്മുടെ സാധന സാമഗ്രികളുടെ വിലയിലും തൊഴിൽ കൂലിയിലും എല്ലാം വരുന്ന വ്യത്യാസം നമുക്കറിയാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം തരുന്ന പദ്ധതി, ആ പദ്ധതി ഈ കേരളത്തിന്റെ ജനസാന്ദ്രതയും അതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയും അതുപോലെ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം, ആ സാഹചര്യത്തിന് അനുയോജ്യമാകുന്ന തരത്തിൽ വരും. അത് ഏതാണ് വരുന്നത് എന്ന് നോക്കി തീരുമാനമെടുത്ത് തന്നെ മുന്നോട്ട് പോകും. ഗവൺമെന്റിന്റെ മുന്നിൽ ഇപ്പോൾ ഈ ശ്രീധരൻ കൊടുത്ത ഒരു പ്രപ്പോസൽ ഇപ്പോൾ ഇല്ല, നിലവിലില്ല. ശരി ശരി PR അനൂപ്, നോക്കൂ, പ്രതിപക്ഷം എന്തൊക്കെ വികസന പദ്ധതികൾ സർക്കാർ ഇനി മുന്നോട്ട് വെച്ചാൽ അതിനെയൊക്കെ എതിർക്കുകയാണ് എന്നാണ് വ്യവസായ മന്ത്രി P രാജുവും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴിതാ സർക്കാർ RRTS വിഭാവനം ചെയ്തു, അതിനെയും പ്രതിപക്ഷം എതിർക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സീഡിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ, പക്ഷേ അപ്പോഴേ നിങ്ങൾ എതിർക്കുകയാണ്. ഈ RRTS കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്, അതിനെ ഇനി അങ്ങോട്ടായാലും ആ പദ്ധതിയുമായി മുന്നോട്ട് വന്നാലും അതിനെയൊക്കെ എതിർക്കാമെന്നാണോ, ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന അതിവേഗ പാതയുമായി മുന്നോട്ട് പോകാമെന്നാണോ? എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്? നോക്കൂ, ഈ 5 വർഷത്തിൻ്റെ അവസാനം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരം പ്രൊജക്റ്റുമായി ആര് വന്നാലും, അത് പിണറായി വിജയൻ ഗവൺമെൻറ് ആയാലും ശ്രീധരനായാലും, ആളുകൾ അതിനെ സംശയിക്കുന്നതിന് എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? ഇപ്പം ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് അത് അപ്രായോഗികമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ആളുകളല്ലേ ഞങ്ങൾ. പക്ഷേ അത്തരം അപ്രായോഗികതകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആളുകളുടെ വീടിനകത്തേക്ക് പോലും കടന്നു കയറുകയും അവരെ പോലീസിന് ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിന് കേരളം സാക്ഷ്യം വഹിച്ചില്ലേ? ബലം പ്രയോഗിച്ച് മഞ്ഞക്കുറ്റി വെച്ചില്ലേ എല്ലായിടത്തും? കേരളയിൽ വരും കേട്ടോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എന്തായി? അവസാനം ആ കുറ്റിയും പറിച്ച് ഓടേണ്ടി വന്നില്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ജനങ്ങളെല്ലായിടത്തും സമരം ചെയ്തു. ജനങ്ങൾക്ക് സ്വാഭാവികമായി ആശങ്കയുണ്ടായി. അതിനകത്ത് അപ്രായോഗികതകൾ ചൂണ്ടിക്കാണിച്ചു. ബദൽ നിർദ്ദേശങ്ങളുണ്ടായി. ആക്ടിവിസ്റ്റുകളും പൗരാവകാശ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അന്ന് കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത സമീപനം എന്താ? കേരളത്തിലെ ഗവൺമെൻറ്, സവിശേഷമായി പറഞ്ഞാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി പറഞ്ഞത് ഇത്തരം സമരങ്ങളുടെ പിന്നിൽ വർഗീയ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞ ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിനെയൊക്കെ എതിർക്കുന്നതെന്ന് പറഞ്ഞ ആളുകളാണ്. ഇപ്പോൾ ജനങ്ങൾ എതിർക്കുന്നതെന്ന് സംബന്ധിക്കുന്ന തരത്തിലേക്ക് ഇവർ വന്നില്ലേ? ഇത്തരം സ്വാഭാവികമായി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതിൽ CPM അനുഭാവികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അതിനെയൊക്കെ വർഗീയമായ ഒരു നരേഷൻ കൊടുത്ത ആളുകളാണെന്ന് ഇവർ. ഇപ്പോൾ ജനമാണ് സമരം ചെയ്തതെന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇവരെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഇത്തരം ഈ പറയുന്ന കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ. MK മുനീർ മന്ത്രിയായിരുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന പ്രൊജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു രാമേട്ടന് പശുവിനെ കൊണ്ടുവന്നാൽ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് റോഡ് കടത്തി കൊണ്ടുപോകാൻ കഴിയില്ല, ജനങ്ങളെ കേരളത്തെ 2ആക്കി വിഭജിക്കുന്നു എന്ന് പറഞ്ഞ അത്ര വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് തിരികൊളുത്തിയ ആളുകളാണ്. ഇവരെ സംബന്ധിച്ചത് ഈ വസ്തുതാപരമായ ഇത്തരം കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും അതിനകത്ത് കൃത്യമായ ഒരു കൃത്യതയില്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമല്ല ഇതിനകത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ പ്രൊജക്റ്റിനകത്ത് വിഭാവന ചെയ്ത ഒന്നെന്ന് പറയുന്നത്, അപ്പത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വന്നാൽ ചുരുങ്ങിയ മണിക്കൂറുകൾക്കകം 3-4 മണിക്കൂറുകൾക്കകം കാസർഗോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ച MN കാരശ്ശേരി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ശബ്ദം എന്നൊക്കെ പറയാവുന്ന MN കാരശ്ശേരിക്ക് 3 മണിക്കൂർ വേണ്ടി വന്നില്ല. 3 മിനിറ്റ് കൊണ്ട് MN കാരശ്ശേരിയെ മുഹയുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ പഴയ പേര് വിളിച്ച് വർഗീയമായ ധ്വനിയോടുകൂടി ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം വിമർശനങ്ങൾ നേരിട്ട ആളുകളാണ്. ഒരു വളരെ കൃത്യമായൊരു പ്രശ്നം, ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനകത്ത് അപ്രായോഗികമായ വശങ്ങളുണ്ട്. ഒരു ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ജനങ്ങളെ പരിഗണിക്കാൻ തയ്യാറാവണം, ജനങ്ങളെ കേൾക്കാൻ കഴിയണം. ഈ മറ്റു ഭാഗത്ത് നിന്ന് എക്സ്പെർട്ട് ഒപ്പീനിയൻസ് വരുന്നു, അതിനെ പരിഗണിക്കാൻ തയ്യാറാക്കണം. പക്ഷെ ഒരൊറ്റ വാക്കിലാണ് ഇതിനൊക്കെ നേരിട്ടത്. ഇത് വർഗീയമായ ശക്തികളാണ്, ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പ്രതിരോധങ്ങൾക്ക് പിറകിലാണെന്ന് പറഞ്ഞ ആളുകളാണ്.